ഇന്നർ മംഗോളിയയിലുള്ള ഒരു മരുഭൂമിയാണ് കബൂക്കി ഡെസേർട്ട്. 7200 സ്ക്വയർ മൈൽസ് കവർ ചെയ്യുന്ന ഈ മരുഭൂമിയാണ് ചൈനയിലെ ഏറ്റവും വലിയ 7ാമത്തെ മരുഭൂമിയായി അറിയപ്പെടുന്നത്. വലുപ്പത്തിൽ 7ാമനാണെങ്കിലും ഇവിടെയുള്ള കഠിനമായ കാലാവസ്ഥയും ശക്തമായ മരുഭൂമിയുടെ വ്യാപനവും ഈ മരുഭൂമിയെ ഒരു കുപ്രസിദ്ധമായ മരുഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഓരോ വർഷവും ഇവിടെയുള്ള മരുഭൂമിയുടെ വ്യാപനം വർദ്ധിച്ചു വരുന്നത് കാരണത്താൽ ചൈനീസ് സർക്കാർ ഒരു പദ്ധതിക്ക് തയ്യാറാവുകയായിരുന്നു. അതായിരുന്നു ലക്ഷക്കണക്കിന് മുയലുകളെ ഈ മരുഭൂമിയിലേക്ക് തുറന്നു വിട്ടുകൊണ്ട് മരുഭൂമിയെ കാടാക്കി മാറ്റാനുള്ള പദ്ധതി. എന്നാൽ ചൈനീസ് സർക്കാർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നോ എന്നും പിന്നീട് ആ മരുഭൂമിക്കും ലക്ഷക്കണക്കിന് മുയലുകൾക്കും എന്താണ് സംഭവിച്ചതെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചൈനയുടെ മുയലുകളെ കൊണ്ടുള്ള വിചിത്രമായ പരീക്ഷണത്തിലേക്കെത്താൻ നമ്മൾ ആ മരുഭൂമിയിലൂടെ കുറച്ചു കാലം പിറകിലേക്ക് സഞ്ചരിക്കണം. 1990കളോടെ ചൈനയിലെ ഡെസേർട്ടിഫിക്കേഷൻ അഥവാ മരുഭൂമിയുടെ വ്യാപനം 17 ലക്ഷം സ്ക്വയർ കിലോമീറ്ററോളം എത്തിയിരുന്നു. അത് ഏകദേശം ചൈനയുടെ മുഴുവൻ ഭൂപ്രദേശത്തിൻ്റെ 1/5 വരും. കാലക്രമേണ ഈ സംഖ്യ കൂടിക്കൊണ്ടേയിരുന്നു. 2000-ന് ശേഷം ചൈനയിലെ മരുഭൂമിയുടെ വ്യാപനം വർഷം തോറും 10,000 സ്ക്വയർ കിലോമീറ്ററോളം എന്ന ഭീമമായ സംഖ്യയിലേക്ക് വരെ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ 2015-ൽ ചൈനയിലുള്ള മുഴുവൻ മരുഭൂമിയുടെ വ്യാപ്തി 26 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വരെ എത്തുകയും അത് ചൈനയുടെ മുഴുവൻ ഭൂപ്രദേശത്തിൻ്റെ 1/3 ഭാഗത്തോളം ആവുകയുമായിരുന്നു. സത്യത്തിൽ ഈ മരുഭൂമിയുടെ പല പ്രദേശങ്ങളിലും മനുഷ്യവാസം ഉണ്ടായിരുന്നെങ്കിലും അവിടെ കൃഷി ചെയ്യുക, കന്നുകാലികളെ വളർത്തുക തുടങ്ങിയവയൊക്കെ അത്രയും ബുദ്ധിമുട്ടേറിയതായിരുന്നു. അതിനുള്ള പ്രധാന കാരണം മണൽക്കാറ്റും ശക്തമായ കാലാവസ്ഥയും ഇവിടെയുള്ള മണ്ണിലെ ജലാംശത്തിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും ഒക്കെ കുറവായിരുന്നു. ഈ മരുഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യവാസ പ്രദേശമാണ് ദലത് ബാനർ. ഈ പ്രദേശത്തെ മരുഭൂമിയുടെ വ്യാപ്തി വർഷം തോറും വർദ്ധിച്ചു വരികയായിരുന്നു. അതിനാൽ തന്നെ ഇവിടെയുള്ളവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വളരെ കുറവായിരുന്നു. കൂടാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായിരുന്നു ഇവിടെ പലരും ജീവിച്ചിരുന്നത്. ഇതിനെല്ലാം പുറമെ ഈ പ്രദേശത്തെ മണൽക്കാറ്റുകൾ ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ചൈനയിലെ പ്രധാന നഗരങ്ങളായിട്ടുള്ള ബീജിംഗ് തുടങ്ങിയ നഗരങ്ങളിലേക്ക് വരെ എത്തുകയും അവിടെ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കബൂക്കി ഡെസേർട്ടിൽ, പ്രത്യേകിച്ച് ദലത് ബാനറിൽ മരുഭൂമിയുടെ വ്യാപനം തടഞ്ഞില്ലെങ്കിൽ അത് രാജ്യത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് ചൈന മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് 1950-ൽ കബൂക്കി ഡെസേർട്ടിൽ ചൈന ആദ്യമായി സാൻഡ് കൺട്രോൾ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ മരുഭൂമി വ്യാപനത്തിനെതിരെ 1978-ൽ 3 നോർത്ത് ഷെൽട്ടർ ബെൽറ്റ് ഫോറസ്റ്റ് പ്രോഗ്രാം എന്നൊരു പദ്ധതിക്ക് ചൈന തുടക്കമിടുകയായിരുന്നു. ഈ പദ്ധതി ഗ്രീൻ വാൾ എന്നും അറിയപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ പദ്ധതിയുടെ യഥാർത്ഥ ഉദ്ദേശം മരുഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ഇവിടെയുള്ള മരുഭൂമിയുടെ വ്യാപനം തടയുകയും ചെയ്യുക എന്നതായിരുന്നു. ഇതുകൂടാതെ സ്ട്രോ ചെക്ക് ബോർഡ്സ് എന്ന മെത്തേഡും ചൈന പരീക്ഷിച്ചിരുന്നു. ബേസിക്കലി ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മരുഭൂമിയിലെ മണ്ണൊലിപ്പിനെ തടയാനായി കുഴിച്ചിട്ടതോ അല്ലെങ്കിൽ ഓപ്പണായി കിടക്കുന്നതോ ആയിട്ടുള്ള വൈക്കോലുകളെ ചെക്ക് ബോർഡ് പാറ്റേണുകളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് അവിടെയുള്ള കാറ്റിൻ്റെ വേഗത കുറയ്ക്കാനും മണലിൻ്റെ ഉറപ്പിനെ വർദ്ധിപ്പിക്കാനും മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനും സഹായിച്ചിരുന്നു. വർഷങ്ങളായി ഇത്തരത്തിലുള്ള പല പദ്ധതികൾ ചൈന പരീക്ഷിച്ചെങ്കിലും 1988-ൽ ക്വിയാൻ ചൂസൻ എന്നൊരു ശാസ്ത്രജ്ഞൻ ഈ പദ്ധതികളൊന്നും ചൈനയിലെ മരുഭൂമിയുടെ വ്യാപനത്തെ തടയാൻ സഹായിക്കില്ലെന്ന വാദം മുന്നോട്ട് വയ്ക്കുകയും ഈ പദ്ധതികളുടെ കൂടെ ട്രീ പ്ലാന്റിങ്ങും കൃഷിയും അതുപോലെ മൃഗങ്ങളെ വളർത്തുന്ന മറ്റു ആശയങ്ങൾ കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കൂടാതെ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നത് വഴി ആളുകൾക്ക് പണം സമ്പാദിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബിസിനസ്സുകാരെ നല്ലതുപോലെ ഇരുത്തി ചിന്തിപ്പിച്ചു. അവരിൽ പലരും ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആ മരുഭൂമികൾ കോടികളുടെ വരുമാനത്തിനുള്ള വഴിയാണോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ചൈനയിലെ ഒരു ലോക്കൽ ബിസിനസ് പേഴ്സണ് ആ മരുഭൂമിയുടെ തന്നെ തലവര മാറ്റുന്ന ഒരു ആശയം മനസ്സിലുദിക്കുന്നത്. അതിനായി അദ്ദേഹം ചെയ്തത് മുൻപ് സൂചിപ്പിച്ച കബൂക്കി ഡെസേർട്ടിലെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ദലത് ബാനർ എന്ന പ്രദേശത്ത് വരണ്ടതും മണൽ നിറഞ്ഞതുമായ മണ്ണിൽ നന്നായി വളരുന്ന വില്ലോ എന്നറിയപ്പെടുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്.
ഈ വില്ലോ മരങ്ങൾക്ക് 300 അടി താഴ്ചയിലേക്ക് വരെ വേരുകൾ ഉണ്ടാകും. ഈ വേരുകൾ മണലിനെ കാറ്റിൽ ഒന്നും പാറിപ്പോകാതെ പിടിച്ചു നിർത്താൻ സഹായിക്കുകയും മരുഭൂമി വ്യാപനത്തെ തടയുകയും ചെയ്യുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ മരങ്ങൾ നട്ടതുകൊണ്ട് അയാൾക്ക് എന്താണ് സാമ്പത്തികമായി നേട്ടമെന്ന്. സത്യത്തിൽ ക്രിക്കറ്റ് ബാറ്റ് നിർമ്മാണത്തിനും മെഡിസിൻ ആവശ്യങ്ങൾക്കും പേപ്പർ, വുഡ് ബോർഡുകളുടെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന വൃക്ഷമാണ് വില്ലോ മരങ്ങൾ. കൂടാതെ ഇതിൽ നിന്നും സാലിസിലിക് ആസിഡ് എന്ന രാസഘടകം വേർതിരിച്ചെടുക്കാനും സാധിക്കും. അങ്ങനെ മരുഭൂമിയിൽ ആയിരക്കണക്കിന് വില്ലോ മരങ്ങൾ അയാൾ നട്ടുപിടിപ്പിച്ചെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊന്നും പോരാ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ മരുഭൂമിയിൽ തന്നെ 750 മില്യൺ യുവാൻ, അതായത് ഏകദേശം 860 കോടി ഇന്ത്യൻ രൂപയോളം മുടക്കിക്കൊണ്ട് 3 ലക്ഷം ഏക്കറോളം മരുഭൂമിയിൽ ഈ വില്ലോ മരങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിക്കുകയായിരുന്നു അത്രേ. പക്ഷേ ഇത്തരത്തിൽ മരങ്ങൾ നട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലായിരുന്നു. ഈ മരങ്ങൾ നല്ലതുപോലെ വളരാൻ മറ്റ് ജീവികളുടെ സാന്നിധ്യവും ആവശ്യമായിരുന്നു. ആ സമയത്താണ് ഈ മരുഭൂമിയിലേക്ക് മുയലുകളുടെ രംഗപ്രവേശനം നടക്കുന്നത്. അതിനായി അദ്ദേഹം ഫ്രാൻസിൽ നിന്നും റെക്സ് എന്ന മുയലുകളെയാണ് ഇവിടെ കൊണ്ടുവന്നത്. വരണ്ട സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മുയലുകളാണ് ഇവ. ഓട്ടർ പോലെയുള്ള അവയുടെ മൃദുവായ രോമങ്ങൾ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളുമൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട്. പ്രതിവർഷം ഓരോ മുയലിനും 40 കുഞ്ഞുങ്ങളെ വരെ ജനിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പല മൃഗങ്ങളെക്കാളും 25 മടങ്ങ് വേഗത്തിൽ ഇവ പെറ്റുപെരുകിയിരുന്നു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഈ മുയലുകൾ എങ്ങനെയാണ് മരുഭൂമിയെ കാടാക്കി മാറ്റാൻ സഹായിക്കുന്നത് എന്നായിരിക്കും. സത്യത്തിൽ ഈ മുയലുകൾ മരുഭൂമിയിൽ വളരുന്നത് കാരണത്താൽ തന്നെ ഇവ പുല്ലുകളും മറ്റും കണ്ടെത്താനായി ഇവിടെയുള്ള മണൽ നല്ലതുപോലെ തുരന്ന് ഉള്ളിലേക്ക് കടക്കും. ഇത്തരത്തിലുള്ള ദ്വാരത്തിലൂടെ ഓക്സിജനും വെള്ളവും മണ്ണിലേക്ക് കടക്കുകയും ചെയ്യും. അതിനെല്ലാം പുറമെ ഇവ ഭക്ഷണമാക്കുന്ന പുല്ലുകളെ ഇവർക്ക് പൂർണ്ണമായും ദഹിപ്പിക്കാൻ കഴിയില്ല. അതുകാരണത്താൽ ഈ മുയലുകൾ കഴിക്കുന്ന വിത്തുകളും മറ്റും പുല്ലുകളോടൊപ്പം കാഷ്ടമായി പുറത്തേക്ക് വരികയാണ് ചെയ്യുക. ഇത് വളമായി പ്രവർത്തിക്കുകയും ആ പ്രദേശത്തൊട്ടാകെ പുല്ലുകൾ വളരാൻ സഹായകമാവുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം പുറമെ മുൻപേ പറഞ്ഞതുപോലെ മുയലുകൾ ഈ മണൽ തുറന്ന് അകത്തേക്ക് കടക്കുന്നത് കാരണത്താൽ മരങ്ങളുടെ വേരുകൾക്ക് നല്ലതുപോലെ ആഴത്തിലോട്ട് കടന്നു ചെല്ലാൻ സാധിക്കുകയും അവ നല്ലതുപോലെ വളരുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ഈ പ്ലാൻ വിജയിക്കുകയും ഇവിടെയുള്ള പല കൃഷിക്കാരും ഇത്തരത്തിലുള്ള മുയലുകളെ വാങ്ങി വളർത്താൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ നിലവിലെ ചില റിപ്പോർട്ടുകൾ പ്രകാരം 2017 ആയപ്പോഴേക്കും ദലത് ബാനറിൽ 4.5 മില്യൺ അഥവാ 45 ലക്ഷത്തോളം മുയലുകൾ ഉണ്ടായിരുന്നത്രേ. ഇതിനു പുറമെ 30 ലക്ഷത്തോളം മുയലുകളെ പല ആവശ്യങ്ങൾക്കായി വിൽക്കുകയും ചെയ്തിരുന്നു. ഈ മുയലുകളെ വിൽക്കുന്നത് വഴി ഓരോ വർഷവും $76 മില്യൺ അഥവാ 653 കോടിയോളം ഇന്ത്യൻ രൂപയാണത്രേ ചൈന സമ്പാദിച്ചിരുന്നത്. അതിൽ അവിടെയുള്ള കർഷകർ ഓരോ വർഷവും $6,800 മുതൽ $11,000 വരെയും വൻകിട കർഷകർ അതിനേക്കാളേറെയും സമ്പാദിച്ചിരുന്നു. ഇത് അവിടെയുള്ള ദാരിദ്ര്യത്തെയും ഗണ്യമായി ഇല്ലാതാക്കി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സത്യത്തിൽ ഈ മരുഭൂമിയിലേക്ക് വില്ലോ മരങ്ങളും മുയലുകളും മറ്റും സസ്യജന്തുജാലങ്ങളും കടന്നു വന്നതോടെ ഈ മരുഭൂമി മറ്റൊരു ആവാസ വ്യവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്തത്. 2021 ഈ മരുഭൂമിയുടെ 84.7% മരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്നാണ് ഡാറ്റകൾ പറയുന്നത്. കൂടാതെ ഇവിടെ 30 ലക്ഷം ഏക്കറിൽ വില്ലോ മരങ്ങളും വളർത്തുന്നുണ്ട് എന്നും പല റിപ്പോർട്ടുകളിലും പറയുന്നു. ഇതിനെല്ലാം പുറമെ ഈ മരുഭൂമിയിൽ ജുൻമ എന്നൊരു വലിയ സോളാർ പവർ പ്ലാന്റ് സ്റ്റേഷനുമുണ്ട്. 346 ഏക്കറിൽ 1,96,000 സോളാർ പാനലുകളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിലൂടെ 2022 ആയപ്പോഴേക്കും 2.3 ബില്യൺ കിലോവാട്ട് വൈദ്യുതിയാണ് ചൈന ജനറേറ്റ് ചെയ്തെടുത്തത്. കൂടാതെ ഈ പ്ലാന്റുകളുടെ ഭാഗത്തായി ഒരുപാട് മുയലുകളും മറ്റ് കന്നുകാലികളും ഉള്ള കാരണത്താൽ തന്നെ ഈ സോളാർ പാനലുകൾ എല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. സത്യത്തിൽ മനുഷ്യന് പോലും ജീവിക്കാൻ പ്രയാസമായിരുന്ന ഒരു മരുഭൂമി കോടികൾ കൊയ്യുന്ന ഒരു മരുഭൂമിയായതിനു പിന്നിൽ ആയിരക്കണക്കിന് വില്ലോ മരങ്ങളുടെയും ലക്ഷക്കണക്കിന് മുയലുകളുടെയും കഥയുണ്ട്. സത്യത്തിൽ കിലോമീറ്ററുകളോളം കണക്കിന് നീണ്ടു നിവർന്നു കിടക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ പല മരുഭൂമികളും ഇത്തരത്തിലുള്ള പവർ സോഴ്സുകളോ വരുമാന സ്രോതസ്സുകളോ ആക്കി മാറ്റാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിന് കഴിയാതെ പോകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.